കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 10 നമ്മൾ ഇന്നലെ മുഴുമിപ്പിച്ചു അല്ലേ. അപ്പോൾ അധ്യായം 10 പറഞ്ഞതൊന്ന് ചുരുക്കി പറയാൻ ഞാൻ ശ്രമിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ വിട്ടുപോകുണ്ടാവും ഉറപ്പാണ്. ആദ്യത്തെ ഒരു പോയിൻ്റ് ഞാൻ എഴുതിയിട്ടതെന്താ വെച്ചാൽ, ഈ ലോകധർമാചരണം ആദ്യം ലോകധർമ്മങ്ങൾ, എന്നിട്ട് വേണം ആധ്യാത്മിക ധർമ്മങ്ങളിലേക്ക് പോകാൻ. ആദ്യം ലോകധർമ്മ ആചരണം കൊണ്ട് നമ്മളെ മനഃശുദ്ധി വരുത്തണം. രണ്ടാമത് ഈശ്വരവിശ്വാസവും നല്ല ധർമാചരണവും പിന്നെ ഈശ്വരവിശ്വാസവും കൂടി ആകുമ്പോൾ നല്ല മനഃശുദ്ധി കിട്ടും. പിന്നെ തത്വവിചാരത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം, തത്വവിചാരം ചെയ്യാൻ ശ്രമിക്കണം. അങ്ങനെ തത്വവിചാരം ചെയ്ത് നാലുപുറം ജഗത്തിനെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് ജഗത്ത് സ്വപ്ന തുല്യമാണെന്നറിഞ്ഞ് പതുക്കെ വൈരാഗ്യം വരണം. അങ്ങനെ ഒരുമാതിരി വൈരാഗ്യമൊക്കെ വരണ സമയത്താണ് ആചാര്യനെ സമീപിക്കുക. നമ്മൾ ഗുരുവിനെ ഈശ്വരനായി കണ്ട് യമനിയമങ്ങളൊക്കെ ആചരിച്ച് ശമദമങ്ങളും ഒക്കെ ശീലിക്കണം. അപ്പം നമുക്ക് ഗുരു പറഞ്ഞൂല, അരണിയൊക്കെ ആയിട്ട് പറഞ്ഞൂല നമ്മളല്ലേ, ഗുരു ധർമ്മങ്ങളൊക്കെ നമുക്ക് ഉപദേശിക്കും. അങ്ങനെ അതൊക്കെ നല്ലോണം കേട്ട് ഉൾക്കൊള്ളാൻ ശ്രമിച്ച് തത്വവിചാരം ചെയ്ത് നിധിധ്യാസനം ചെയ്യുമ്പോൾ ഈ സംസാരം മിഥ്യയാണെന്ന് നമുക്ക് ആ സാധകന് ദൃഢമായിട്ടുള്ള ബോധ്യം വന്ന് നല്ല വൈരാഗ്യം വരും. അങ്ങനെ ആത്മതത്വം കുറച്ചെങ്കിലും ഒരു മനസ്സിലാവും, അല്ലെങ്കിൽ ആത്മതത്വം അറിയും. പിന്നെ ഗൃഹകുടുംബാദികൾ ഒക്കെ വെറും ദൃശ്യങ്ങളാണെന്നും അതൊക്കെ ഭോജ്യങ്ങളാണെന്നും ഈ ശരീരവും ഇന്ദ്രിയങ്ങളും ഒക്കെ ആ ഭോഗങ്ങൾ അനുഭവിക്കാനുള്ള ഉപകരണങ്ങളുമാണെന്നും ഈ കാണുന്നതൊക്കെ ദൃശ്യവും ഭോജ്യമാണ്. അതിനെ അനുഭവിക്കാനാണ് ഈ ശരീരവും ഇന്ദ്രിയങ്ങളും എന്ന്. അതൊക്കെ അതായത് ദൃശ്യങ്ങളെയും ഭോജ്യങ്ങളെയും ശരീരവും ദൃശ്യമൊക്കെ ഭോഗോപകരണങ്ങളാണെന്ന് അതായത് ശരീരമൊക്കെ വേറൊരു ഉപകരണമാണ് ഇന്ദ്രിയങ്ങളെന്ന് ബോധ്യം വന്നിട്ട് ഞാൻ ആത്മാവായ സാക്ഷി മാത്രമാണ് എന്നറിയണം നമ്മൾ. അപ്പോൾ ഈ അജ്ഞാനമുള്ള ജീവന് ഈ ദേഹാഭിമാനത്തിൽ നിന്ന് വിടാൻ പറ്റില്ല. അജ്ഞാനം ഉള്ളിടത്തോളം കാലം നമുക്ക് ദേഹാഭിമാനം ഉണ്ടാവും. അപ്പോൾ മാത്രമല്ല, നമുക്കപ്പോൾ ഇതൊക്കെ ലോകം ശരിയാണെന്ന് തോന്നുമ്പോൾ നമുക്ക് അത് ആഗ്രഹം ലഭിക്കാതിരിക്കുമ്പോൾ ക്രോധം വരും അല്ലേ, അങ്ങനല്ലേ. പക്ഷേ ഓരോ നിമിഷവും നമ്മൾ മരണത്തിലേക്ക് നടന്ന് നീങ്ങുകയാണ് എന്ന് അറിയുന്നൊരു മനുഷ്യന് യഥാർത്ഥമായിട്ടുള്ള സുഖം എവിടെയുള്ളത്? ഒന്നും ശാശ്വതമല്ല എന്ന് ബോധ്യവും. ഏത് മനുഷ്യനാണ് ഞാൻ മരണം എൻ്റെ പിന്നാലെ വരുന്നുണ്ട്, ഓരോ നിമിഷവും ഞാൻ മരണത്തിലേക്ക് നടന്ന് അടുക്കുകയാണ് എന്നറിയുന്ന ഒരു മനുഷ്യന് ഒന്നും ഭയമില്ലാതെയോ അല്ലെങ്കിൽ നിത്യമാണെന്നോ വിചാരിച്ച് നമുക്ക് സുഖിക്കാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ വെറും ഭ്രമമാണ് ഇതെന്ന് അറിയണം എന്ന് പറഞ്ഞു അല്ലേ. എന്നിട്ട് പിന്നെ നമ്മൾ ഉദ്ധവൻ ഏകദേശം ചുരുക്കി പറഞ്ഞതാണ് ഞാൻ. ഇനി പിന്നെ ഉദ്ധവൻ്റെ ചോദ്യം എന്താ, ഈ ഒരു ശരീരത്തിൽ തന്നെ അങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മൾ നിർത്തിയത്. ഈ ഒരേ ശരീരത്തിൽ ഒരേ സമയത്ത് എങ്ങനെയാണ് ഈ ദേഹാഭിമാനിയായിട്ടുള്ള ജീവനും ഞാൻ ആത്മാവാണെന്ന് അനുഭവമായിട്ടുള്ള ഈശ്വരനും ഒന്നിച്ചെങ്ങനെയിരിക്കുക? പറഞ്ഞില്ലേ, ആത്മാവ് സാക്ഷിയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞുല്ലോ, ജീവാത്മാവ് അഭിമാനിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരേ സമയത്ത്, അപ്പം ഉദ്ധവൻ്റെ ചോദ്യം എന്താ വെച്ചാൽ, ഒരേ ശരീരത്തിൽ ഒരേ സമയത്ത് ഈ ബദ്ധനായിട്ടുള്ള ജീവനും, അതായത് ശരീരാദികളിൽ ഒക്കെ അഭിമാനിക്കുന്ന ജീവനും, എന്നാൽ ഞാൻ ആത്മാവാണ് എന്ന് വിചാരിച്ച് മുക്തനായിട്ടുള്ള ആ ഈശ്വരനും, അതായത് പരമാത്മാവായിട്ടുള്ള ഈശ്വരനും ഒന്നിച്ചെങ്ങനെയാണ് ഒരേ സമയത്ത് ഒരു ശരീരത്തിൽ ഉണ്ടാവാൻ പറ്റുക? അതായത് ആത്മാവ് സാക്ഷിയാണെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്, അതേ സമയത്ത് ഈ ജീവൻ ഉണ്ടേനും. അപ്പോൾ ജീവാത്മാവും പരമാത്മാവും എങ്ങനെയാണ് ഒരേ സമയത്ത് ഒരു ശരീരത്തിൽ ഉണ്ടാവുക? ബദ്ധനും മുക്തനും
ഒരേ സമയത്ത് ബദ്ധനായിട്ടുള്ള ജീവനും മുക്തനായിട്ടുള്ള ഈശ്വരനും എങ്ങനെയാണ് ഒരു ശരീരത്തിൽ ഒരേ സമയത്ത് വർത്തിക്കുക എന്നാണ് ചോദ്യം. ചോദിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ നിർത്തിയല്ലേ. ഇനി നമുക്ക് 11-ാം അധ്യായത്തിൽ കടക്കാം. ഭഗവാൻ ആരാണ് ബദ്ധൻ, ആരാണ് മുക്തൻ എന്നൊക്കെ പറയാണ് ഉദ്ധവരുടെ ചോദ്യത്തിന് കേട്ടോ. അപ്പം നമുക്ക് ഏകാദശോധ്യായം വായിക്കാം. പിന്നെ അതായത് ജനന മരണ രൂപിയായിട്ടുള്ള ഈ സംസാര ബന്ധത്തിൽ ബദ്ധന്മാരായവരുടെയും മുക്തന്മാരായവരുടെയും ഒക്കെ ലക്ഷണങ്ങളൊക്കെ പറയുക എന്നാണ് ഇനിയിപ്പോൾ ഭഗവാൻ അതിനുള്ള ഉത്തരം പറയണം അല്ലേ. ശ്രീ ഭഗവാനുവാച, അതായത് ശരിക്കും ബന്ധവും മോക്ഷമൊന്നുമില്ല, ആകെ ബ്രഹ്മം മാത്രമേ ഉള്ളൂ എന്ന് പറയും ഇപ്പോൾ ഭഗവാൻ. ശ്രീ ഭഗവാനുവാച ബദ്ധോ മുക്ത ഇതി വ്യാഖ്യ ഗുണതോമേന വസ്തുതഃ 11-ാം അധ്യായം അതിലത്തെ ശ്രീ ഭഗവാനുവാച കേട്ടോ. സോറി, അത് ഞാൻ പറഞ്ഞില്ല. ഓം നമോ ഭഗവതേ വാസുദേവായ. ഏകാദശസ്കന്ധം 11-ാധ്യായം. ശ്രീ ഭഗവാനുവാച ബദ്ധോ മുക്ത ഇതി വ്യാഖ്യ ഗുണതോമേന വസ്തുത ഗുണസ്യ മായാമൂലത്വം ന മേ മോക്ഷോ ന ബന്ധനം. എന്താ പറയണറിയോ? ബദ്ധ അതായത് ബദ്ധൻ, മുക്ത ഇതി മുക്തൻ എന്ന് പറയുന്നത് മേ എനിക്കധീനമായ ഗുണത സത്വ രജസ് തമോ ഗുണത്തിന് അധീനനായിട്ട് സംഭവിക്കുന്നു എന്നല്ലാതെ ന വസ്തുത വാസ്തവത്തിൽ ബദ്ധൻ മുക്തൻ അങ്ങനെയൊന്നുമില്ല. ഗുണസ്യ ആ ഗുണവും മായാമൂലത്വാത് മായ കാരണം മാത്രമുള്ള തേ ആ മായയ്ക്ക് നിയന്താവായ എനിക്ക് മോക്ഷ ന ബന്ധനം ന എനിക്ക് മോക്ഷമില്ല ബന്ധനമില്ല എന്ന്. എന്താ ഇപ്പോൾ ഇതിൽ പറയണ വെച്ചാൽ ബദ്ധോ മുക്ത മേ ഗുണത ന തു വസ്തുത. അതായത് എൻ്റെ മായയിലത്തെ ഗുണങ്ങളുടെ അധീനത്തിലാവുക അല്ലെങ്കിൽ മായയുടെ ലിമിറ്റേഷൻസ് കാരണമാണ് ആത്മാവ് ബദ്ധനാകണതും അതേ മുക്തനാകണതും ഈ മായയിലത്തെ ഉപാധികളെ വെച്ചിട്ടാണ്. വാസ്തവത്തിൽ ബദ്ധനോ മുക്തനോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ പിന്നെ എന്താണ്, നമ്മളിപ്പോൾ അരി തിളയ്ക്കണ വെള്ളത്തിലിട്ടാൽ അരി വേവണ പോലെ ഈ സംസാരം ന വാസ്തവമായി കൂടെ എന്നാണെങ്കിൽ ഗുണസ്യ മായാമൂലത്വാത് ന മേ മോക്ഷ ന ബന്ധനം. ഈ ഗുണങ്ങളൊക്കെ മായയുടെ ഉള്ളിലാണ്, ഞാൻ മായയ്ക്ക് അധീനനല്ല. ഗുണങ്ങളൊക്കെ മായയിലത്തെയാണ്, അല്ലാതെ എന്നെ സംബന്ധിക്കുന്നതല്ല. ഞാൻ അത് അതീതനാണ്. ആ മായയ്ക്ക് അധീനനായ എനിക്ക് ബന്ധമില്ല, മുക്തിയില്ല, രണ്ടുമില്ല. മോക്ഷമില്ല, ബന്ധമില്ല, രണ്ടുമില്ല. അതായത് ഇതിമേ വ്യാഖ്യ, ഇതിൽ ഒന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം ബദ്ധനെന്നും മുക്തനെന്നും ഉള്ളത് മായ ഉള്ളപ്പം മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഒന്നുമില്ല, ഞാൻ ഏകനാണ്, കേവലം ഞാൻ മാത്രമേ ഉള്ളൂ. അതാണിപ്പോൾ ഇതിൽ പിന്നെ എന്താണ് ഭഗവാൻ പറയണതേ. മായയുടെ ഉള്ളിലേ ഇപ്പം ഇതൊക്കെ ഉള്ളൂ. ബോധരൂപനായ ആത്മാവിനെയാണ് എന്ത് ബദ്ധനും മുക്തനൊക്കെ നമ്മൾ ഈ മായ ഉണ്ടാവുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ പറയും. എന്ത് ശരിക്കും ആത്മാവ് അതൊന്നുമില്ല. പക്ഷെ ആ ബോധസ്വരൂപനായിട്ടുള്ള ആത്മാവിനെയാണ് നമ്മൾ ബദ്ധനും മുക്തനൊക്കെ പിന്നെ പറയണത്. അതൊക്കെ ഈ മായയിലത്തെ ഗുണങ്ങളെ ആശ്രയിച്ചിട്ട് മാത്രമാണ്. ആത്മാവിന് ശരിക്ക് ബന്ധോ മോക്ഷോ ഒന്നുമില്ല. ഗുണങ്ങളൊക്കെ വെറും മായയിലത്തെ ഭ്രമങ്ങളാണ്. അപ്പോൾ ഭഗവാൻ പറയാണ്, ഞാൻ അതിന് അതീതനായതിനാൽ, മായയ്ക്ക് അതീതനായതായ അതിൻ്റെ ഈ ഗുണങ്ങളെ കൊണ്ടുള്ള ബന്ധവും മോക്ഷമൊന്നും ആ രണ്ട് വാക്കുകളൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല തന്നെ.
അത് എൻ്റെ ഡിക്ഷണറിയിലില്ല. കാരണം ഞാൻ മായയ്ക്ക് അതീതനാണല്ലോ. മായയുടെ ഉള്ളിലാണെങ്കിലേ ഈ ബന്ധനവും മോക്ഷമൊക്കെ ഉള്ളൂ എന്ന് പറയാണ്. അതായത് മായാഗുണത്തിന് അതീതനാണ് ഞാൻ എന്ന് പറയാണ്. മായയുടെയും കൂടിയും നിയന്താവായിട്ടുള്ള എനിക്ക് ബന്ധനമില്ല, മോക്ഷമില്ല. അതൊക്കെ മായയുടെ ഉള്ളിലാണ് നമ്മളിതൊക്കെ പറയണ ആ വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നത്. അതായത് മായയ്ക്ക് അധീനരായിട്ടുള്ളവർക്കേ അതുള്ളൂ എന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഒന്ന് വായിച്ച് രണ്ടിലേക്ക് പോവാം. ശ്രീ ഭഗവാൻ വാച ബദ്ധോ മുക്ത ഇതി വ്യാഖ്യ ഗുണതോമേന വസ്തുത ഗുണസ്യ മായാമൂലത്വം നമേ മോക്ഷോ ന ബന്ധനം. രണ്ടാമത്തേൽ എന്താ പറയണമെന്ന് നോക്കാം. ശോകമോഹൗ, ഇനി അതാണ് പറയണത്. സോറി, അതെ. ഇനി ശോകമോഹൗ സുഖം ദുഃഖം ദേഹാപത്തിശ്ച മായയാ സ്വപ്നോ യഥാത്മനഖ്യാതി സംസൃതിർനതു വാസ്തവീ. എന്താണ് പറഞ്ഞാൽ സ്വപ്നം യഥാ എപ്രകാരം ആത്മനഃ, അതായത് ബുദ്ധിയുടെ നമ്മുടെ മനസ്സിൻ്റെ ഖ്യാതി ദൃശ്യമോ സംസൃതി അപ്രകാരം ഈ സംസാരവും ന വാസ്തവി സത്യമല്ല. സ്വപ്നം എപ്രകാരം സത്യമല്ലല്ലോ, സ്വപ്നം എപ്രകാരം സത്യമല്ലാതിരിക്കുന്നുവോ അതുപോലെ തന്നെയാണ് ഈ സംസാരവും സത്യമല്ല. ശോകം മോഹം സുഖം ദുഃഖം ദേഹോത്പത്തി, ഈ ശരീരോത്പത്തിൻ്റെ ഉത്ഭവം മായ തന്നെയാണ് കാരണം. എന്താണ് ഇതിൽ പറയണ വെച്ചാൽ, ഈ സ്വപ്നം പോലെ തന്നെ അവാസ്തവമാണ്. അതായത് ശോകം മോഹം സുഖം ദുഃഖം, നമ്മൾ ഈ ദേഹം എടുക്കണത്, ദേഹത്തിൻ്റെ ഉത്ഭവം, ഇതൊക്കെ മായ കൊണ്ട് സംഭവിക്കുന്ന വെറും ഭ്രമങ്ങളാണ്. സ്വപ്നം നമുക്ക് എങ്ങനെയാണ് യഥാർത്ഥമല്ലാത്തത്? ആ സ്വപ്നത്തിൻ്റെ അനുഭവം പോലെയാണ് ശരിക്ക് പറയാച്ചാൽ ആത്മാവായി നിൽക്കുന്ന ആ ആത്മാവിന് ഈ സംസാരം വെറും ഒരു സ്വപ്നമാണ്. നമ്മൾ സ്വപ്നം കാണുമ്പോൾ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നാൽ സ്വപ്നം നമുക്ക് എങ്ങനെ യാഥാർത്ഥ്യമല്ല എന്ന് ബോധ്യമാകുന്നുവോ അതുപോലെയാണ് ആത്മാവിന് ഈ സംസാരഗതി യഥാർത്ഥത്തിലുള്ളതല്ലാന്ന്. ശോകവും മോഹവും അതൊക്കെ ഈ ശരീരത്തിൻ്റെ ജനനവും മരണവും നമ്മളെ ശരീരം അനുഭവിക്കുന്ന സുഖദുഃഖങ്ങളും മനസ്സും ശരീരവും അനുഭവിക്കുന്ന എല്ലാം മായാഭ്രമങ്ങളാണ്. ആത്മാവിന് ഈ സംസാരം തന്നെ നമുക്ക് എങ്ങനെയാണ് സ്വപ്നം അതുപോലെയാണ് എന്നാണ് പറഞ്ഞേട്ടോ. ശോകമോഹൗ സുഖം ദുഃഖം ദേഹോപത്തിശ്ച മായയാ സ്വപ്നോ യഥാത്മനഖ്യാതി സംസൃതിർനതു വാസ്തവി. നമുക്കിത് മനസ്സിലാക്കാനേ പറ്റുള്ളൂ. അനുഭവം ആവണമെങ്കിൽ നമുക്ക് നമ്മൾ ആത്മാവാന്നുള്ള അനുഭവം വേണേ. നമ്മളെപ്പോഴാണ് നമുക്ക് ഈ ദേഹാഭിമാനം പൂർണ്ണമായും പോയിട്ട് ഞാൻ ആത്മാവാണ്, ഞാൻ ഈ ദേഹേ അല്ല എന്ന് എപ്പം നമുക്ക് ശരിക്കും അനുഭവമാകണു അന്ന് നമുക്ക് ഈ സംസാരത്തിനെ സ്വപ്നമായിട്ട് തോന്നുന്നു. അതാണിപ്പോൾ ഭഗവാൻ പറഞ്ഞത് അല്ലേ. ശരിക്കും മനസ്സുകൊണ്ട് കൽപ്പിച്ചതാണ് ഈ ലോകം, വാസ്തവമല്ല എന്ന് തന്നെ പറയണം. ഇനി വിദ്യാവിദ്യേ മമ തനു വിദ്യുദ്ധവ ശരീരിണാം മോക്ഷബന്ധകരീ ആദ്യേ മായയാ മേ വിനിർമ്മിതേ. മൂന്നാമത്തെ, ഹേ ഉദ്ധവ, വിദ്യാവിദ്യ ശരീരിണ, വിദ്യയും അവിദ്യ ജീവന്മാർക്ക്, അതായത് വിദ്യ അവിദ്യ ഇവകളെ, വിദ്യയും അവിദ്യയും ജീവന്മാർക്ക് മോക്ഷബന്ധകരി, മോക്ഷത്തിനെയും ബന്ധനത്തിനെയും നൽകുന്നു. അതായത് അവിദ്യ കൊണ്ട് ബന്ധനം, വിദ്യ കൊണ്ട് മോക്ഷം. അതന്നെ മേ മായ, എൻ്റെ മായയാൽ നിർമ്മിക്കപ്പെട്ടതാകുന്നു. മായയിൽ തന്നെയാണ് വിദ്യയും അവിദ്യയുള്ളത്. വിദ്യാസ്വരൂപിണിയായിട്ടുള്ള മായയും അവിദ്യാസ്വരൂപിണിയായിട്ടുള്ള മായയും. മമ തനു, എൻ്റെ ശക്തികൾ എന്നും വിധി അറിഞ്ഞുകൊള്ളുക. എന്താണ് അപ്പം ഇതിൽ പറയണ വെച്ചാൽ, ഹേ ഉദ്ധവ ശരീരിണാം, അല്ലേ, ഈ ഹേ ഉദ്ധവ ശരീരമെടുത്തവർക്ക് മോക്ഷത്തെയും ബന്ധത്തെയും, അതായത് വിദ്യ അവിദ്യ, അതായത് മോക്ഷം വിദ്യ,
അവിദ്യ ബന്ധനം. ആ മോക്ഷത്തിനെയും ബന്ധനത്തിനെയും നൽകുന്ന ഈ വിദ്യ അവിദ്യകളൊക്കെ എൻ്റെ മായയിൽ തന്നെയാണ്, യോഗമായയിൽ തന്നെയാണുള്ളത്. വിദ്യാസ്വരൂപിണിയായിട്ടുള്ള മായയും അവിദ്യാസ്വരൂപിണിയായിട്ടുള്ള മായയും രണ്ടും മായയുടെ ഭാഗങ്ങളായതിനാൽ അതിന് വാസ്തവം അതങ്ങനെ ഉണ്ടാവാം. അപ്പോൾ ഈ ഒരു വ്യത്യാസം കൊണ്ടാണ് ബദ്ധനും മുക്തനും ആവണത്. മായ കൊണ്ടാണ് നമ്മുടെ ശരീരം എല്ലാം സൃഷ്ടിച്ചിരിക്കണം അല്ലേ. ആ മായയ്ക്ക് രണ്ട് വശമുണ്ട്, വിദ്യയുണ്ട് അവിദ്യയുണ്ട്. അവിദ്യയിൽ നമ്മൾ പെട്ടാൽ, അവിദ്യയാണ് നമുക്കുള്ളതെങ്കിൽ നമുക്ക് ബന്ധനമുണ്ട്. വിദ്യയാണ്, ജ്ഞാനം ഉദിച്ചാൽ ബന്ധനമില്ല എന്നാണ് അതിലിപ്പോൾ പറയണത്. ആര്? പിന്നെ ഭഗവാനേ. അതായത് ഉദ്ധവ, വിദ്യയും അവിദ്യയും എൻ്റെ യോഗമായയുടെ തന്നെയാണ്, രണ്ടും അതിലുള്ളതാണ്. വിദ്യ മോക്ഷം നൽകുന്നു, അവിദ്യ ബന്ധനത്തിലേക്ക് നയിക്കുന്നു. രണ്ടും മായയിൽ തന്നെയാണ്. ഒന്ന് വിദ്യാസ്വരൂപിണിയായിട്ടുള്ള മായ, ഒന്ന് അവിദ്യാസ്വരൂപി, രണ്ടെണ്ണം ഉണ്ട് മായയ്ക്ക് വകഭേദം. അപ്പോൾ എപ്പോഴാണ് എൻ്റെ അംശമായിട്ടുള്ള ആ ജീവാത്മാവിന് ആത്മവിസ്മൃതി, അതാണ് അവിദ്യ. ആത്മവിസ്മൃതിയാണ് അവിദ്യ. എന്താ? ഞാൻ ആത്മാവാണെന്ന് മറക്കുന്നതാണ് അവിദ്യ. അപ്പോൾ എപ്പോഴാണ് എൻ്റെ അംശം തന്നെയായിട്ടുള്ള ജീവാത്മാവിന് ആ ആത്മവിസ്മൃതി വരുന്നത്? അപ്പം അവിദ്യ കൊണ്ട്, അതാണ് അവിദ്യ. അതുകൊണ്ട് ആത്മവിസ്മൃതി കൊണ്ട് ബന്ധനം ഉണ്ടാവുന്നു. നേരെ തിരിച്ച് സ്വസ്വരൂപം ആണ്, അതായത് ഞാൻ ആത്മാവാണെന്ന് എപ്പോഴാണ് വിദ്യ കൊണ്ട് മനസ്സിലാവണേ? അപ്പോൾ മോക്ഷം കിട്ടണം. അപ്പോൾ അവിദ്യയും വിദ്യയും എന്നുള്ളതാണ് എൻ്റെ മായയുടെ പാർട്ടാണ്. അപ്പോൾ വിദ്യ കൊണ്ട് മോക്ഷവും അവിദ്യ കൊണ്ട് ബന്ധനവും വരുന്നു. അതായത് വിദ്യ വെച്ചാൽ, അത് നമ്മളിവിടെ മനസ്സിലാക്കിയാൽ നല്ലതാണ്. വിദ്യ വെച്ചാൽ സ്വസ്വരൂപ സ്മൃതി, നമ്മൾ ആത്മാവാന്ന് മനസ്സിലാവില്ല. അവിദ്യ പറഞ്ഞാൽ ആത്മാവിനെ വിസ്മരിച്ചിട്ട് ഞാൻ ദേഹമാണെന്ന് വിചാരിക്കണത്, അതാണ് കേട്ടോ അത്. അപ്പോൾ പിന്നെ ബന്ധവും മുക്തിയൊക്കെ ഈ വിദ്യയും പിന്നെ ആത്മാവ് ഏകനാണ്. എന്നാൽ ആത്മാവിനത് വരില്ലെന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം പിന്നെ എന്താണ്, ഈ പിന്നെ ലിമിറ്റേഷൻസൊക്കെ എപ്പോഴും റിഫ്ലക്ഷനേ ഉണ്ടാവുള്ളൂ അല്ലേ. ആ ഒറിജിനൽ സാധനത്തിന് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മളൊരു കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ ആ റിഫ്ലക്ഷനാണ് നമുക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുന്നത്. അതായത് അതിന് പിന്നെ ആ റിഫ്ലക്ഷനിൽ മാത്രമേ, ഒറിജിനലിന് വ്യത്യാസമില്ല. അതായത് ഇപ്പോൾ സൂര്യൻ ചെറിയൊരു പാത്രത്തിൽ ചെറുതായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുകയാണെങ്കിലും വലിയൊരു പാത്രത്തിൽ അല്ലെങ്കിൽ വലിയൊരു ജലാശയത്തിൽ വലുതായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുകയാണെങ്കിലും ഒരു ചെറിയ പാത്രത്തിൽ വെള്ളം ഇളകുണ്ടെങ്കിൽ സൂര്യൻ ഇളകിയതായിട്ട് തോന്നാം നമുക്ക്. പക്ഷേ ഒറിജിനൽ സൂര്യൻ, ആകാശത്ത് നിൽക്കുന്ന സൂര്യന് ഒരു വ്യത്യാസമില്ലല്ലോ. അതുപോലെയാണ് നമ്മളൊക്കെ ആത്മാവിൻ്റെ പ്രതിബിംബങ്ങളാണ്. പ്രതിബിംബങ്ങൾക്ക് വ്യത്യാസങ്ങളൊക്കെ വരാം ഏത് ശരീരം എടുത്തതനുസരിച്ച്. പക്ഷേ ആ ആത്മാവ് എന്നും നിത്യമാണ്. അതാണ് പ്രതിബിംബത്തിനേ തോന്നുള്ളൂ ഏത് ഈ ലിമിറ്റേഷൻസ്. ആ ഒറിജിനലായിട്ടുള്ള ആത്മാവിൻ്റെ പ്രതിബിംബമാണ് ജീവാത്മാവ് വെച്ചാൽ ജീവാത്മാവിനേ ഉള്ളൂ ഈ ലിമിറ്റേഷൻസ്, ആത്മാവിനില്ല അല്ലേ. അതുപോലെ ശരിയല്ലേ. ഇപ്പോൾ സൂര്യചന്ദ്രന്മാർ പിന്നെ ജലത്തിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ജലം ചലിച്ചാൽ ആ റിഫ്ലക്ഷൻ നല്ല ഇളകും ഇല്ലേ. പക്ഷെ ശരിക്കും ആകാശത്ത് നിൽക്കുന്ന സൂര്യനോ ചന്ദ്രനോ യാതൊരു ഇളക്കവും വരില്ലല്ലോ. അതുപോലെയാണ് ഈ പരമാത്മാവിനെ ഒന്നും ബാധിക്കണില്ല. പരമാത്മാവിൻ്റെ റിഫ്ലക്ഷനായിട്ടുള്ള ഈ പ്രതിബിംബമായിട്ടുള്ള ജീവാത്മാവിനാണ് ഈ മായയുടെ ഉള്ളിൽ വരുമ്പോൾ വിദ്യയും അവിദ്യയും കാരണം ജ്ഞാനവും അജ്ഞാനവും ഉണ്ടാവണത്. അതുകൊണ്ട് പിന്നെ ആത്മാവിനെ ഒന്നും ബാധിക്കില്ല എന്ന് നല്ലോണം ചിന്തിച്ച് അറിയണം എന്ന് പറയാണ് ഇതിൽ. അതായത് ഭഗവാൻ ഉറപ്പിച്ച് പറയാണ് പിന്നെ ഒരുത്തനും, അതാണ് ഏകസേവ മമാംശസ്യ മഹാമതേ. ഹേ ബുദ്ധിമാനായിട്ടുള്ള ഉദ്ധവ, അങ്ങക്കിത് മനസ്സിലാക്കാൻ വിഷമം ഉണ്ടാവില്ല. ഏകസ്യ മമ ഏവ, അതായത് എൻ്റെ അംശം തന്നെയായ ജീവാത്മാവ്, അസ്യ ജീവസ്യ ഏവ, ആ ജീവാത്മാവിന് തന്നെയാണ്
അവിദ്യയാൽ അനാദിബന്ധം, അനാദിയായ ബന്ധനവും തഥാ അപ്രകാരം തന്നെ വിദ്യയാൽ ഇതര അനാദിയായ മോക്ഷവും ലഭിക്കുന്നു. അതാണ് പറഞ്ഞത്. ഈ ജീവാത്മാവ് എൻ്റെ പ്രതിബിംബാണ്. പക്ഷേ എന്താ എനിക്ക് ഈ ജീവാത്മാവിനാണ് ഈ അവിദ്യ കൊണ്ട് ബന്ധനവും വിദ്യ കൊണ്ട് മോക്ഷവും. ഞാൻ അതിനൊക്കെ അതീതനാണ്. ഞാൻ ആ ഒറിജിനൽ ബിംബാണ്. ഏതുപോലെ സൂര്യനോ ചന്ദ്രനോ ജലത്തിൽ പ്രകാശിക്കുമ്പോൾ ആ ജലം ഇളകിയാൽ ആ റിഫ്ലക്ഷൻ ഇളകുമല്ലോ, പക്ഷെ ശരിക്കുള്ള ആകാശത്തുള്ള ചന്ദ്രന് വ്യത്യാസം ഉണ്ടാവില്ല. അതുപോലെ എനിക്ക് യാതൊരു പരമാത്മാവായ എന്നിൽ ഒന്നും ബാധിക്കണില്ല. പക്ഷേ പ്രതിബിംബമായിട്ടുള്ള ജീവാത്മാവിൽ എൻ്റെ അംശം തന്നെയാണ് ഇനിയും. ആ ജീവാത്മാവ് മായയ്ക്കകത്തായതുകൊണ്ട് അവിദ്യ ദേഹാഭിമാനം നൽകുന്നു, അതായത് ആത്മവിസ്മൃതി. വിദ്യ ഞാൻ ആത്മാവാണെന്ന് അറിഞ്ഞ നിമിഷം തൊട്ട് അതിൽ നിന്ന് മോക്ഷം കിട്ടണമെന്ന് പറയുകയാണ്. അതാണിപ്പോൾ ഇതിൽ പറഞ്ഞത്. പിന്നെ അതാണിതിൽ പറഞ്ഞത് കേട്ടോ. രണ്ടാളും ശരിക്കും ഒരേ ആത്മാവ് തന്നെയാണ്. പക്ഷേ ഈ ലോകത്തിൽ നമ്മൾ അങ്ങനെ അല്ലാണ്ട് കാണുന്നുണ്ട് ഇല്ലേ? അതാണ് ഇനിയിപ്പം അതിൻ്റെ ഉദാഹരണമൊക്കെ പറയട്ടോ ഇനി. അപ്പം നമുക്കിനി 4 വായിച്ച 5ലേക്ക് പോവാം. ഏകസ്യൈവ മമാംശസ്യ ജീവസ്യൈവ മഹാമതേ ബന്ധോസ്യാവിദ്യയാനാദിർവിദ്യയാ ച തഥേതരഃ. അതാണ് ഇനി 5. അപ്പം 4. ഓക്കെ, ഞാൻ 4 വായിക്കണതിൻ്റെ മുമ്പേണോ പറഞ്ഞ സംശയമുണ്ടോ? ഞാൻ നോക്കിയിട്ട് എന്തായാലും പോട്ടെ. ഏകസ്യൈവ മമാംശസ്യ, എൻ്റെ അംശം തന്നെയാണ് ജീവാത്മാവ്. ജീവാത്മാവിന് ആത്മവിസ്മൃതി കൊണ്ട് അവിദ്യയും ആത്മസ്മൃതി കൊണ്ട്, അതായത് ആത്മാവാണെന്ന് മനസ്സിലാവുമ്പോൾ സ്വസ്വരൂപത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ മോക്ഷവും ലഭിക്കുന്നു എന്ന് പറഞ്ഞു അല്ലേ. ഇനി എന്തൊക്കെ ലക്ഷണം എന്നൊക്കെ ചോദിച്ചല്ലോ പിന്നെ ഉദ്ധവൻ. അതൊക്കെ പറയാം. അഥ ബദ്ധസ്യ മുക്തസ്യ വൈലക്ഷണ്യം വദാമിതേ വിരുദ്ധധർമ്മിണോസ്താതാ സ്ഥിതയോരേകധർമ്മിണി. 5 കൂടി ചെയ്യാം നമുക്ക്. താതാ, ഹേ ഉദ്ധവ, അഥ ഇപ്പോൾ വിരുദ്ധധർമ്മിണോ, അതായത് വിരുദ്ധമായ, അതായത് ഓപ്പോസിറ്റ്, പിന്നെ ദുഃഖം സുഖം സങ്കടം സന്തോഷം അങ്ങനെയുള്ള ധർമ്മങ്ങൾ ഉള്ളവരും ഏകധർമ്മിണി ഒരേ ശരീരത്തിൽ സ്ഥിതമായ ഇരിക്കുന്നവനായ ജീവനും ഈശ്വരനും, ഒരേ ശരീരത്തിൽ തന്നെ ആത്മാവായിട്ട് ഈശ്വരനും ജീവനായിട്ട് ജീവാത്മാവും, ബദ്ധനും മുക്തനുമായ ജീവന്മാരുടെയും വൈലക്ഷണ്യം വ്യത്യാസത്തിനെ തേ വദാമി. അപ്പോൾ ഉദ്ധവൻ ചോദിച്ചുല്ലോ, ഒരേ ശരീരത്തിൽ എങ്ങനെയാണ് ഈ ബദ്ധനും മുക്തനും ആയിട്ടുള്ള ഈശ്വരനും രണ്ടാളും കൂടിയിരിക്കണം എന്ന് നീ ചോദിച്ചില്ലേ? അങ്ങനെയാണല്ലോ ചോദ്യം ചോദിച്ചല്ലേ. എന്താണ്, ഒരേ സമയത്ത് ഒരേ ശരീരത്തിൽ എങ്ങനെയാണ് ബദ്ധനായിട്ടുള്ള ജീവനും മുക്തനായ ഈശ്വരനും ഒന്നിച്ചെങ്ങനെയാണെന്ന് നീ എന്നോട് ചോദിച്ചുല്ലോ. അതിൻ്റെ ലക്ഷണവും അത് മുക്തനും, അതായത് ഈശ്വരനും ജീവാത്മാവും ജീവനും ഈശ്വരനും തമ്മിലുള്ള വ്യത്യാസവും ഞാൻ പറഞ്ഞു തരാം എന്ന് പറയുകയാണ്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഇനിയുള്ള ഭാഗം. എനിക്ക് മനസ്സിലായത് ഞാൻ ഷെയർ ചെയ്യണമെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൽ ഭഗവാൻ പറഞ്ഞു, ഉദ്ധവ അങ്ങ് ചോദിച്ച പോലെ ഒരേ ശരീരത്തിൽ ഒരേ സമയത്ത് എങ്ങനെയാണ് ബദ്ധനായിട്ടുള്ള ജീവനും മുക്തനായിട്ടുള്ള ഈശ്വരനും വർത്തിക്കുന്നതെന്ന് നീ ചോദിച്ചുല്ലോ. അതിന് ഞാൻ ലക്ഷണങ്ങളോടുകൂടി, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള വ്യത്യാസത്തെ പറഞ്ഞ് ഞാൻ പറഞ്ഞു തരാം എന്ന് പറയുകയാണ്. എന്നിട്ട് ഈ പിന്നെ ജീവൻ്റെ ലക്ഷണമൊക്കെയാണ് പറയാൻ പോകണം. അപ്പോൾ നമുക്കിവിടെ 5 വായിച്ച് ഞാൻ ഇന്ന് നിർത്താം. കാരണം മറ്റേത് തുടങ്ങുമ്പോൾ കുറേ സമയം വരും 6 വായിക്കുമ്പോഴേക്കും. അപ്പോൾ അഥ ബദ്ധസ്യ മുക്തസ്യ വൈലക്ഷണ്യം വദാമിതേ വിരുദ്ധധർമ്മിണോസ്താതാ സ്ഥിതയോരേകധർമ്മിണി അതല്ലേ. അപ്പോൾ രണ്ടുപേരും ശരിക്കും ആലോചിച്ച അത്ഭുതമല്ലേ. രണ്ടുപേരും ഒരാത്മാവ് തന്നെയാണ്. എങ്കിലും ഈ ലോകത്തിൽ അല്ലെങ്കിൽ വ്യവഹാരത്തിൽ അവർ ഒരാളൊക്കെ എന്നും ആനന്ദം ഈശ്വരന്, ഈ ജീവനെ എപ്പോഴും സുഖദുഃഖങ്ങളൊക്കെ ഓപ്പോസിറ്റ്സൊക്കെ
ഒക്കെ ഉണ്ട്, ദ്വന്ദ്ങ്ങളൊക്കെ അനുഭവിക്കണം അല്ലേ. ഈശ്വരൻ ദ്വന്ദ്ങ്ങൾക്കൊക്കെ അതീതനാണ്. ഈ ജീവൻ എല്ലാ ദ്വന്ദ്ങ്ങളും അനുഭവിക്കണമുണ്ട്. അതെങ്ങനെയാണെന്നാണല്ലോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വിരുദ്ധം ആയിട്ടുള്ള സ്വഭാവത്തോട് കൂടിയിട്ടാണ് ഒരേ ശരീരത്തിൽ ഈശ്വരനും ജീവനും ഇരിക്കണത്. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം എന്നാണ് ഇനി പറയണത്. എന്നിട്ടാണ് ആ ഒരു വൃക്ഷത്തിലിരിക്കുന്ന 2 പക്ഷികളുടെ കഥയൊക്കെ ഇനി പറയും ഭഗവാൻ ടു. അപ്പോൾ നമുക്ക് ഇന്നിവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പാ ശരണം.